നമസ്കാരം. ആചാരങ്ങളെ പറ്റിയാണ് ഈ പുതിയ എപ്പിസോഡിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആചാരം എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൽ ആചാരം എന്നതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ റിച്വൽ എന്നാണ് കിട്ടുന്നതെങ്കിലും രണ്ടർത്ഥമാണ് പൊതുവിൽ ഇവയ്ക്ക് കൽപ്പിക്കപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷിൽ റിച്വൽ എന്ന് പറയുന്ന വാക്കിനോട് ചേർത്ത് നമ്മൾ പറയുന്നത് വ്യക്തികൾ ചെയ്യുന്നതും നിരന്തരം ആവർത്തിച്ച് വ്യക്തികൾ ചെയ്യുന്നതായ കാര്യങ്ങളെയൊക്കെ നമ്മൾ റിച്വൽ എന്ന കൂട്ടത്തിൽപ്പെടുത്താറുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ പൊതുവേ ആൾക്കൂട്ടങ്ങൾ ചെയ്യുന്ന പലപ്പോഴും മതപരമായ കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ ആചാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കൂടുതലും ഇംഗ്ലീഷിൽ പറയുന്ന റിച്വൽ എന്ന് പറയുന്ന റിച്വലിസ്റ്റിക് ബിഹേവിയർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കൂടുതലും സംസാരിക്കുക. സ്വാഭാവികമായും മലയാളത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോടും അതിന് വലിയ ബന്ധമുണ്ട് താനും. റിച്വലുകളെ അവയുടെ ഒരു ഡെഫിനിഷൻ തന്നെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റികൾ എന്ന തരത്തിലാണ്. അതായത് ഒരു പ്രത്യേക ക്രമത്തിൽ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അത് ചെയ്യുന്ന കാര്യങ്ങളാവാം, പറയുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ചില വസ്തുക്കളെ എടുത്ത് പെരുമാറുക, ഉപയോഗിക്കുക, എവിടെയെങ്കിലും വെക്കുക, ഇതൊക്കെ ആയിരിക്കും. ഇവ നിരന്തരം ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കൃത്യമായ ഇടവേളകൾ നിരന്തരം ചെയ്യുന്ന, പലപ്പോഴും അതിനു വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവാതിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആവർത്തനം ഉള്ള പ്രവൃത്തികളെയാണ് നമ്മൾ പൊതുവിൽ റിച്വൽ അഥവാ ആചാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഉള്ള റിച്വൽ എന്ന വാക്കിന് കുറച്ചും കൂടെ മലയാളത്തിൽ നമ്മൾ പൊതുവേ നമ്മുടെ ഈ കാലത്ത് നമ്മൾ കേൾക്കുന്ന ആചാരം എന്ന വാക്കിനേക്കാൾ കുറച്ചും കൂടെ വലിയ അർത്ഥം ഇംഗ്ലീഷിൽ റിച്വൽ എന്ന വാക്കിനുണ്ട് എന്നുള്ളതാണ്. റിച്വലുകളെ അല്ലെങ്കിൽ ആചാരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത കാലത്തൊക്കെ നടക്കുന്ന ഗവേഷണം റിച്വലുകളുടെ അല്ലെങ്കിൽ ഞാൻ ഈ രണ്ട് വാക്കുകളും നിരന്തരം മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇവയുടെ ഒരു ഉത്ഭവം, അവയുടെ എവല്യൂഷൻ, അവയുടെ ഫങ്ഷൻ എന്താണ് അവ ചെയ്യുന്ന ജോലി, അവയുമായി ബന്ധപ്പെട്ട ചിന്തയിലുണ്ടാകുന്ന അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, കോഗ്നിറ്റീവ് എന്ന് വിളിക്കുന്ന തരം പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ ശരീരത്തിലെ മെക്കാനിസങ്ങൾ എന്തൊക്കെയാണ്, തീരെ ചെറിയ കുട്ടികൾ എങ്ങനെയാണ് റിച്വലുകൾ പഠിച്ചു വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവിൽ ഗവേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സമകാലിക അന്തരീക്ഷത്തിൽ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ആചാരങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക, അതായത് സ്ഥാപനവൽക്കരിക്കുകയും അവയെ പൊളിറ്റിക്കൽ ടൂളാക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ, അത്തരം പഠനങ്ങൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഇല്ലയെന്ന് തന്നെ പറയാം. പൊതുവിൽ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് ഈ ഗവേഷണം പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം ഗവേഷണങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ട് ചില കാര്യങ്ങൾ, ഈ പറഞ്ഞ റിച്വലുകളെ പറ്റിയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇവയ്ക്ക് മിക്കവാറുമൊക്കെയും ഒരു ചില ഫിസിക്കൽ ഫീച്ചറുകൾ ഉണ്ടാവും. അതായത് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവ കൃത്യമായിട്ട് അതേ രൂപത്തിൽ തന്നെ ചെയ്യണമെന്നുള്ളത് റിച്വലുകളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അവയ്ക്ക് ചില സൈക്കോളജിക്കൽ എലമെൻറ്റുകൾ കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, ചെയ്യുന്ന പ്രവൃത്തി എന്തുമായിക്കൊള്ളട്ടെ, ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആ പ്രവൃത്തി എന്നതിലുപരി കുറച്ചും കൂടെ കൂടിയ ഒരർത്ഥം, ഒരു മീനിങ് എപ്പോഴും ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കുണ്ടാവാം. ആ മീനിങ്ങാണ് പലപ്പോഴും ഇവയെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനിറങ്ങുന്ന ക്രിക്കറ്റ് കളിക്കാർ പലരും ചെയ്യുന്ന ചില റിച്വലുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്പോർട്സിൽ വളരെ കാര്യമായിട്ടുള്ളതാണ് ചില റിച്വലുകൾ. ആ റിച്വലുകൾക്ക് വെറുതെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബാറ്റും കൊണ്ട് അല്ലെങ്കിൽ ഔട്ടാകുമെന്ന് പേടിച്ച ഒരു പന്തിന് ശേഷം ഒരു ബാറ്റ്സ്മാൻ ചെന്നിട്ട് പിച്ചിൽ ബാറ്റും കൊണ്ട് തട്ടി നോക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ആ പിച്ചിനെ പരിശോധിക്കുന്നതിനേക്കാൾ ഉപരി ഒരു റിച്വൽ സ്വഭാവം കൂടി അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അതിന് ആ പ്രവൃത്തിക്കപ്പുറം ഒരു മീനിങ് അയാൾക്കുണ്ടാവും. അത് പലപ്പോഴും ആത്മവിശ്വാസം കൂട്ടുക എന്നുള്ളതാവാം, ചിലപ്പോൾ അയാളുടെ ഭയം അല്ലെങ്കിൽ ആശങ്ക അകറ്റുക എന്നുള്ളതാവാം, അത്തരത്തിൽ. അപ്പോൾ നമ്മൾ റിച്വലുകളുടെ ഒരു പ്രധാന ഫീച്ചർ തന്നെ അവയ്ക്ക് ഈ പറഞ്ഞ ഒരു കൂടിയ എൻഹാൻസ്ഡ് ആയിട്ടൊരു മീനിങ്, അർത്ഥം അവയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. പലപ്പോഴും പ്രീ ഡിഫൈൻഡ് ആയിരിക്കും, അവ കൃത്യമായി തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നാൽ കൂടുതൽ റിച്വലിസ്റ്റിക് ആയ മനുഷ്യർക്ക് ഈ പറഞ്ഞ അതിനകത്ത് ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ റിച്വലുകളുടെ ക്രമത്തിലോ ഒക്കെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ അത് വളരെയധികം ബുദ്ധിമുട്ടിക്കും. റെപ്പറ്റീഷൻ അഥവാ ആവർത്തനക്ഷമത എന്ന് പറയുന്ന റിച്വലുകൾക്ക് ഏതാണ്ട് എല്ലാ റിച്വലുകൾക്കും നിർബന്ധമായുമുള്ളൊരു കാര്യമാണ്. അതുപോലെ പറഞ്ഞ പോലെ വലിയ ഈ സിംബലുകളായിട്ടാണ് റിച്വലുകളിലെ പല പ്രവൃത്തികളും, ഒരു വലിയ റിച്വലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ പ്രവൃത്തിയും പലതരത്തിലുള്ള സിംബലുകളായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സുകളിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. അത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യും, തലമുറകളിലൂടെയൊക്കെ ഷെയർ ചെയ്ത് പോവുകയും ചെയ്യും ഒരു പക്ഷേ.
ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് റിച്വലിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്നതിനേക്കാൾ ഉപരി അത് നമുക്ക് തരുന്ന മാനസികമായ ഒരു പിന്നെ റിലീഫൊക്കെ ആയിരിക്കും പലപ്പോഴും റിച്വലിനെ വളരെ പ്രധാനപ്പെട്ടതാക്കുന്നതെന്നും കൂടിയുണ്ട്. അവയ്ക്ക് അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാത്തരം റിച്വലുകൾക്കും ചില വ്യക്തിപരമായ പിന്നെ ഫംഗ്ഷനുകൾക്കപ്പുറം കുറേ സോഷ്യൽ ഫംഗ്ഷനുകൾ, സാമൂഹ്യമായ ചില ഉത്തരവാദിത്തങ്ങളും കൂടെ ഇത്തരം റിച്വലുകൾ വഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. റിച്വലുകൾ, ആചാരങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായതല്ല. മനുഷ്യൻ കൂട്ടമായി ജീവിച്ചു തുടങ്ങിയ, സാമൂഹ്യ ജീവിതം തുടങ്ങിയ കാലം മുതൽ തന്നെ പലതരത്തിലുള്ള റിച്വലുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു 70,000 വർഷത്തിനപ്പുറമുള്ള പിന്നെ പാമ്പുകളെ ആരാധിക്കുന്ന, പാമ്പുകളുടെ ശില്പമൊക്കെ ഉണ്ടാക്കി ആരാധിക്കുന്ന തരത്തിലുള്ള ചില അവയുമായി ബന്ധപ്പെട്ട ചില റിച്വലുകളുടെയൊക്കെ പിന്നെ തെളിവുകൾ നമുക്ക് പല സ്ഥലത്തോട്ട് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും റിച്വലുകളുടെ ഒരു ഒറിജിനെ പറ്റി, അവയുടെ ഉത്ഭവത്തെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആന്ത്രോപോളജിയിലൊക്കെ പറയുന്നത് 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും, അതായത് ഒന്ന് രോഗം അഥവാ ഡിസീസും, മറ്റൊന്ന് അപകടം അഥവാ ഡേഞ്ചർ. ഈ 2 സാധനങ്ങളോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് മനുഷ്യൻ റിച്വലുകൾ, പ്രത്യേകിച്ച് മനുഷ്യർ കൂട്ടമായിട്ട് ചെയ്യുന്ന എല്ലാത്തരം ആചാരങ്ങളും റിച്വലുകളും ഉണ്ടായി വന്നെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, രോഗങ്ങളിൽ നിന്നും മറ്റെന്തെങ്കിലും തരം അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് തോന്നിയ ഏതൊരു കാര്യവും മനുഷ്യർ നിരന്തരം ആചാരം എന്ന നിലയിൽ അനുഷ്ഠിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവയ്ക്ക് മറ്റ് ഫംഗ്ഷനുകളും ഉണ്ടാവാം, എങ്കിലും ഇവിടെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവം ഈ 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാം. അത് ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം 2020 കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റായിട്ടുള്ള ക്രിസ്റ്റീൻ ലെഗാർ നടത്തിയ ഒരു പഠനത്തിൽ അവർ ബീഹാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള പലതരം റിച്വലുകളെ പറ്റി വലിയൊരു പഠനം നടത്തിയതിനകത്ത് 269 തരം റിച്വലുകൾ അഥവാ ആചാരങ്ങളാണ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, സ്ത്രീകളുടെ ഗർഭധാരണവും പ്രസവവും, ഈ 2 കാര്യങ്ങളെ മായി ബന്ധപ്പെട്ട് ഈ 2 കാര്യങ്ങളിൽ പ്രഗ്നൻസിയിലും ചൈൽഡ് ബർത്തിലും ഉണ്ടാകാവുന്ന പലതരം നെഗറ്റീവ് ഔട്ട്കംസിനെ, പലതരത്തിലുള്ള മോശം ഫലങ്ങളെ പ്രതിരോധിക്കാനായിട്ട്, അവ ഇല്ലാതാക്കാൻ വേണ്ടി മനുഷ്യർ നടത്തുന്ന 269 തരം റിച്വലുകളെയാണ് അവർ ഡോക്യുമെൻ്റ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ബീഹാറാണ് ഇന്ത്യയിൽ തന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇത് 2 വളരെ കൂടിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രോഗം, മരണം പോലെയുള്ള പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ടൂൾ എന്ന നിലയിൽ തന്നെയാണ് മനുഷ്യൻ റിച്വലുകൾ ഉണ്ടാക്കി തുടങ്ങിയതും അവ കൊണ്ടു നടക്കുന്നതും പലപ്പോഴും അതുകൊണ്ടാണ്. സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് മറ്റു തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഉപയോഗങ്ങൾ ഉണ്ടാവുന്നതും ഇവ ഇത്രയേറെ പ്രധാനമായതുകൊണ്ടാണ് അവ പൊളിറ്റിക്കൽ ടൂളുകളായിട്ടൊക്കെ പലപ്പോഴും മാറുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. റിച്വലുകളെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ കാണുന്ന റിച്വലുകൾ ഏറ്റവും കൂടുതലുള്ള ചില സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഒരുപക്ഷെ മിലിറ്ററി ആണെന്നാണ് പറയുന്നത്. മിലിറ്ററി നമുക്കറിയാം, മിലിറ്ററിയിലെ പലതരത്തിലുള്ള റിച്വലുകളും ഈ ഓരോ റിച്വലിനോടും കൃത്യമായിട്ടത് പാലിക്കാതിരുന്നാൽ അതിനോട് കാണിക്കുന്ന അസഹിഷ്ണുതയും ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയും ഇവയുടെ പ്രാധാന്യവും ഈ വാർ ക്രൈകൾ, പലതരത്തിലുള്ള പരേഡ് സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ റിച്വലുള്ള ഒരു സ്ഥലം മിലിറ്ററി തന്നെയാണ്. പിന്നീട് മതങ്ങൾ, സ്വാഭാവികമായി മതങ്ങളിൽ വലിയൊരു ഭാഗം മതങ്ങളും നിലനിൽക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള റിച്വലുകൾ ആളുകളെ കൊണ്ട് വളരെ കൃത്യമായി ഫോളോ ചെയ്യിച്ചിട്ടാണ്. ബിസിനസ്സിൽ ധാരാളം റിച്വലുകൾ ഉണ്ടാവാറുണ്ട്. പൊളിറ്റിക്സ്, വിവാഹങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായം, അതുപോലെ ഒരു പിന്നെ മോഡേൺ സ്പോർട്സ്, അത്ലറ്റിക്സും മറ്റ് സ്പോർട്സും, ഇവയൊക്കെയും ഇത്തരത്തിലുള്ള റിച്വലുകൾ ഒരുപാടുള്ള ചില പ്രദേശങ്ങളാണ്. നമ്മൾ പറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യർ കൂട്ടമായി പല കാര്യങ്ങളും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും റിച്വൽ ഉണ്ട് എന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം അതിനെപ്പറ്റി. ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ഈ ഏരിയയിൽ നടന്നിട്ടുള്ളത് സ്വാഭാവികമായി സോഷ്യോളജി, ആന്ത്രോപോളജി തുടങ്ങിയ മേഖലയിലാണ്. സൈക്കോളജിയിൽ ഇത്തരം റിസർച്ച് പലപ്പോഴും നടക്കുന്നത് റിച്വലിസ്റ്റിക് ബിഹേവിയർ എന്നൊക്കെ വിളിക്കുന്നത് ചില മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് കൂടുതലും സൈക്കോളജിയിൽ അത്തരം ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളത്. ഈ അടുത്ത കാലത്തൊക്കെയാണ് ഒരുപക്ഷെ കൂടുതലായിട്ട് ഗവേഷണങ്ങൾക്കുള്ള സാധ്യത കൂടി വരുന്നതും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റിച്വലുകൾ നമുക്ക് തരുന്ന ചില, അല്ലെങ്കിൽ റിച്വലുകൾ എന്തുകൊണ്ടാണ് ഇവ മനുഷ്യർ നിരന്തരം ഇത്തരം റിച്വലുകളിലേക്ക് ഏർപ്പെടുന്നതെന്നുള്ളതിൻ്റെ ഉത്തരങ്ങൾ ചിലതൊക്കെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ഈ പറഞ്ഞ എല്ലാത്തരം റിച്വലുകൾക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിച്വലുകൾക്കെല്ലാം കൃത്യമായ ക്രമവും അവയുടെ പിന്നെ എന്താ പറയുക ആചരിക്കേണ്ട ക്രമവും ഇതൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടായതുകൊണ്ട് തന്നെ ഏത് റിച്വലും അത് പ്രഡിക്റ്റബിളാണ്. അതായത് എന്താണ് ഇതിൽ സംഭവിക്കുക എന്നുള്ളത് പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നയാൾക്ക് ആങ്സൈറ്റി അഥവാ ആശങ്ക അല്ലെങ്കിൽ ആകാംക്ഷയൊക്കെ കുറയ്ക്കാനുള്ള വലിയൊരു കഴിവ് റിച്വലുകൾക്കുണ്ട്. അപ്പോൾ ആങ്സൈറ്റി
ആങ്സൈറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പർപ്പസ് ഇത്തരം റിച്വലുകളുടേത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ്സിൽ എത്തിപ്പെടുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ പുതിയ ഒരു ടീമിൽ എത്തപ്പെടുന്ന ടീം മെമ്പർ, ഇവരൊക്കെയും അവിടെയുള്ള പുതിയ റിച്വലുകളെ കണ്ട് മനസ്സിലാക്കാനും വളരെ വേഗം അത് പഠിച്ചെടുക്കാനും വലിയ ഉത്സാഹം കാണിക്കാറുണ്ട്. പലപ്പോഴും ഈ മതം മാറി പോകുന്ന ആളുകളുടെ കാര്യത്തിൽ പോലും നമുക്കത് പക്ഷേ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ ആളുകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, കോൺഫിഡൻസ് കൂട്ടുക, പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം സ്പോർട്സിലൊക്കെ കാര്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ പറഞ്ഞ പെർഫോമൻസ് ആങ്സൈറ്റി. അത് കുറയ്ക്കുക. പലപ്പോഴും ദുഃഖങ്ങൾ മറക്കാനായിട്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടാകും, അവയുടെ ദുഃഖം കുറയ്ക്കാനായിട്ട്. അതുപോലെ ഒരു സെൻസ് ഓഫ് കൺട്രോൾ കൊടുക്കാനായിട്ട്, അതായത് ചില നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ, ഒരുപാട് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറം നിൽക്കുന്ന കാര്യങ്ങൾ നിൽക്കുന്നൊരു അന്തരീക്ഷത്തിൽ കുറച്ചെങ്കിലും ഒരു സെൻസ് ഓഫ് കൺട്രോൾ കൊടുക്കാൻ ഒക്കെ. അതുപോലെ കുറേയൊക്കെ ഈ സോഷ്യൽ ബോണ്ടിങ്, മറ്റുള്ള മനുഷ്യർ നമ്മളുമായിട്ട് അതേ റിച്വലിൽ ഏർപ്പെടുന്ന മനുഷ്യരുമായിട്ടുള്ള സോഷ്യൽ ബോണ്ടിങ് കൂട്ടുന്നതിനും റിച്വലുകൾ സഹായിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ദീപാവലി ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വടക്കേ ഇന്ത്യയിൽ നടത്തിയുള്ള ചില ഗവേഷണങ്ങളിൽ ആളുകളുടെ ഇടയിലെ സോഷ്യൽ ബോണ്ടിങ് കൂട്ടാനും ഒക്കെ ഇത് റിച്വലുകൾ സഹായിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നടന്നു പോയ ചില അപകടങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു റിലീഫ്, അവയുടെ എഫക്റ്റിൽ നിന്നുള്ള റിലീഫിനായിട്ടൊക്കെയും ഇവ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റുകൾ, അതായത് ഒരേപോലെയുള്ള ചലനങ്ങൾ നടക്കുന്ന എല്ലാ റിച്വലുകളും അവയിൽ ഏർപ്പെടുന്ന ആളുകൾ പരസ്പര വിശ്വാസം കൂട്ടാൻ വളരെയധികം സഹായിക്കുമെന്ന് പഠനങ്ങളുണ്ട്. സ്വാഭാവികമായും ഇത് ആർമി പോലെയുള്ള സ്ഥലങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിലിറ്ററി പോലുള്ള സ്ഥലങ്ങളിൽ വളരെയധികം അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പലതരം റിലീജിയസ് റിച്വലുകളിലും ഇത് ഉപയോഗിക്കപ്പെടാറുണ്ട്, അറിഞ്ഞോ അറിയാതെ അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ കുടുംബങ്ങളുടെ അകത്ത് തന്നെ ഈ ഊണുമേശയിലെ പലതരം റിച്വലുകൾ, ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് സഹായിക്കുന്നതായിട്ടുള്ള ചില പഠനങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ആളുകളുടെ ഇമോഷനുകളെ റെഗുലേറ്റ് ചെയ്യാൻ, അതുപോലെ ഈ പറഞ്ഞ ഇമോഷൻ റെഗുലേഷൻ്റെ ഒരു വശം റിച്വലുകൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും OCD പോലെയുള്ള ചില അസുഖങ്ങളിൽ ആളുകൾ കാണിക്കുന്ന ചില റിച്വലിസ്റ്റിക് ബിഹേവിയർ ഉണ്ട്, നിരന്തരം ആവർത്തിക്കുന്ന പ്രവൃത്തികൾ. ഇവയ്ക്ക് മതപരമായ റിച്വലുകളുമായിട്ട് തന്നെ നോക്കിയാൽ വലിയ അടുത്ത ബന്ധമുള്ളതായിട്ട് ചില ഗവേഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഇമോഷണൽ ഡെഫിസിറ്റുകളെ ഒക്കെ മറികടക്കാൻ റിച്വലുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്രയേറെ പുരോഗമിച്ച് പോരുമ്പോഴും ഈ പറഞ്ഞ പലതരത്തിലുള്ള റിച്വലുകൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ലാത്ത ഒരുപാട് റിച്വലുകൾ നമ്മളൊക്കെയും ചെയ്യുന്നതിൻ്റെ ഒരു വിശദീകരണം ഒരുപക്ഷെ അതുകൊണ്ടാവും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ റിച്വലിസ്റ്റിക്കായി നമ്മളൊക്കെയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതൊക്കെ ആവും. അതുപോലെ അൺസർട്ടനിറ്റി അഥവാ അനിശ്ചിതത്വം കൂടുന്ന അന്തരീക്ഷങ്ങളിൽ റിച്വലുകൾക്ക് പ്രാധാന്യം കൂടുമെന്നും ആളുകൾ കൂടുതൽ റിച്വലിസ്റ്റിക് ആവാനുള്ള സാധ്യതയുണ്ടെന്നും ചില പഠനങ്ങളുണ്ട്. ഒരു പക്ഷേ നമുക്ക് ചുറ്റും നോക്കിയാൽ ഈ പാൻഡമിക് കാലത്ത് ഇത്തരത്തിലുള്ള മതപരമൊന്നും അല്ലാത്ത മറ്റ് ചില റിച്വലുകൾ നമ്മളൊക്കെയും ചിലപ്പോൾ ഈ പറഞ്ഞ ആങ്സൈറ്റി കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ അവയിലേക്കൊക്കെ ചിലപ്പോൾ ചെന്ന് പെട്ടിട്ടുണ്ടാവാം എന്നും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ അറിയാം. അതൊരു സാധ്യതയാണ് ഒരു പക്ഷേ. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും റിച്വലുകൾക്ക് നല്ല വശങ്ങൾ മാത്രമല്ല ഉള്ളത്, പലപ്പോഴും ചില മോശം വശങ്ങൾ ഉണ്ടാവാം. ആ മോശം വശങ്ങൾ അതിൻ്റെ ഒരു ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി ഒരു പക്ഷേ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. അതിനും ഒരു സൈക്കോളജിയുടെ വശം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ ബോണ്ടിങ്ങും ഒക്കെ കൂട്ടാൻ റിച്വലുകൾ സഹായിക്കുന്നത് പോലെ തന്നെ നമ്മളുമായി ചേർന്ന് ഒരേ റിച്വൽ പങ്കുവെക്കാത്ത ആളുകളോട് ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ കൂട്ടത്തിലല്ലാത്ത മറ്റുള്ളവർ, അതർ എന്ന് വിളിക്കുന്ന ഒരു മനോഭാവം ആൾക്കാരോടുണ്ടാവാനും അത്തരം ആളുകളോട് വിശ്വാസം കുറയാനും അത്തരം ആളുകളോട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ ഒക്കെ ഉണ്ടാവാനുമൊക്കെയുള്ള സാധ്യത ഇതേ റിച്വലുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ ഇടയിലൊക്കെ നടത്തിയിട്ടുള്ള ചില പഠനങ്ങൾ തന്നെ ഇത് ശരിവെച്ചിട്ടുണ്ട്. അതായത് ഒരേ റിച്വൽ കൊണ്ട് നടക്കാത്ത, ഒരേ റിച്വൽ ആചരിക്കാത്ത മറ്റുള്ളവർ, അവരെപ്പറ്റി നമുക്ക് വേറെ ഒരു അറിവുമില്ലെങ്കിൽ പോലും അവർ മോശക്കാരാണല്ലേ, അവരിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണെന്നുള്ള തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കാനുമൊക്കെ ഈ റിച്വൽ പാർട്ടിസിപ്പേഷൻ സഹായിക്കുന്നുള്ള തരത്തിലുള്ള പഠനങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെയാണ്, വളരെ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റുകളൊന്നും കൊണ്ട് വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ റിച്വലിൽ ഒരുമിച്ച് പങ്കെടുക്കണമെന്ന് പോലുമില്ല.
പലപ്പോഴും ഞാൻ ചെയ്യുന്ന അതേ റിച്വലുകൾ ആചരിക്കുന്ന ഒരാളാണ് എന്ന് ഒരു തോന്നൽ മറ്റൊരാളെ പറ്റി ഉണ്ടായാൽ തന്നെ അയാളോടുള്ള നമ്മുടെ ട്രസ്റ്റും ബോണ്ടിങ്ങും ഒക്കെ കൂടാനും, എൻ്റെ അതേ റിച്വലുകൾ ആചരിക്കാത്തയാളാണ് എന്നൊരാളെ പറ്റി തോന്നിയാൽ അവരോട് ഈ പറഞ്ഞ ഹോസ്റ്റിലിറ്റി വരാനും ഒക്കെയുള്ള സാധ്യത വളരെ സ്വാഭാവികമായി തന്നെ ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തോന്നലുകളൊക്കെ വളരെ വേഗം നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവയെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് താനും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ റിച്വലുകൾ എന്ത് ചെയ്യാം എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അതിനകത്ത്. അതിന് ഒരു പക്ഷേ ഒരു സാധ്യത എന്ന് പറയുന്നത്, നമുക്ക് പലപ്പോഴും ഈ റൂട്ടീൻ ആക്ടിവിറ്റികളും റിച്വലുകളും തമ്മിലൊരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, റൂട്ടീൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ എല്ലാ ദിവസവും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എക്സസൈസുകളാവാം, അല്ലെങ്കിൽ പിന്നെ പല്ല് തേപ്പും കുളിയും പോലത്തെ കാര്യങ്ങളാവാം. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇവ റൂട്ടീനാണ്. അവ നമുക്ക് പലപ്പോഴും ചെയ്യാൻ ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുന്നതാവും. എന്നാൽ റിച്വലുകളായി കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ആരും പറയാതെ തന്നെ നമ്മൾ നിരന്തരം ചെയ്യുന്നതുമാവും. അതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റിച്വലുകൾക്ക് നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് അപ്പുറം ഒരു മീനിങ് അഥവാ ഒരു അർത്ഥം അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും ചില പിന്നെ ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യം, ഈ പറഞ്ഞ റൂട്ടീനുകളെ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട എന്നാൽ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത റൂട്ടീനുകളെ റിച്വലുകളായി കണക്കാക്കാൻ, അല്ലെങ്കിൽ അവയെ റിച്വലൈസ് ചെയ്യുക എന്നുള്ളത്, റിച്വലുകളെ പോലെ ഇപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വായനയാവാം, അല്ലെങ്കിൽ എഴുത്താവാം, ഈ ഒരു പ്രവൃത്തിക്ക് ആ പ്രവൃത്തിയുടെ അർത്ഥത്തിനപ്പുറം ചില അർത്ഥങ്ങൾ കണ്ടെത്തി അതിനെ ഒരു റിച്വൽ പോലെ പിന്നെ കാണാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുന്നതിനോടുള്ള നിങ്ങളുടെ താല്പര്യം കൂട്ടാനൊക്കെ സാധിക്കുമെന്ന് ഒരു നിർദ്ദേശം പോലെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിച്വലുകളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവ നമ്മുടെ പ്രകൃതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർത്ഥരഹിതമായ അല്ലെങ്കിൽ ഒരു പക്ഷേ മതപരമായ അതല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് വെറുപ്പ് കൂട്ടാനും ഒക്കെ സാധിക്കുന്ന തരം റിച്വലുകളെ ജീവിതത്തിൽ നിന്ന് പരമാവധി അവയുടെ സ്വാധീനം ഒഴിവാക്കുകയും നമുക്ക് ഗുണപരമായ, നമുക്കോ മറ്റുള്ളവർക്കോ ഗുണം ചെയ്യുന്ന പ്രവൃത്തികളെ ഒരു റിച്വലുകളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ തലത്തിലേക്ക് കണ്ട് അവയുടെ മീനിങ്ങിനെ, അവയുടെ അർത്ഥത്തെ കുറച്ചും കൂടെ വിശാലമായി കണ്ടുകൊണ്ട് അവയെ കൂടുതൽ അർത്ഥപൂർണമായ കാര്യങ്ങളായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരം റൂട്ടീനുകളെ റിച്വലുകളാക്കി മാറ്റുന്ന ഒരു സമീപനമായിരിക്കും ഒരുപക്ഷെ റിച്വലുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ റിച്വലുകളെ സംബന്ധിച്ച് നമുക്ക് എടുക്കാവുന്ന ഒരു നിലപാട് എന്ന് തോന്നുന്നു. അതാണ് ഈ എപ്പിസോഡിൽ റിച്വലുകളെ പറ്റി അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കാനുള്ളത്. അപ്പോൾ റിച്വലുകൾ അഥവാ ആചാരങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി, അവയുടെ സൈക്കോളജിയെ പറ്റിയും തൽക്കാലം ഇത്രമാത്രം.